കോവയ്ക്ക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അച്ചാറെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: നല്ലെണ്ണ, കടുക്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ നെല്ലിക്ക, പച്ചമുളക്. ഈ പച്ചമുളക് എൻ്റെ വീട്ടിലെ തന്നെയാണ് പച്ചമുളക്, കണ്ടായിരുന്ന നല്ല പച്ചമുളകാണ്. പിന്നെ കോവയ്ക്ക വീട്ടിലെ തന്നെ. നെല്ലിക്ക ഞാനൊരു ഫാമിൽ പോയി പറിച്ചെടുത്ത നെല്ലിക്കയാണ്. പിന്നെ ക്യാരറ്റ് നമ്മൾ എന്തായാലും മേടിച്ചല്ലേ വെക്കുള്ളൂ. ഇച്ചിരി കായപ്പൊടി, ലേശം വിനീഗർ, കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം, ഇച്ചിരി കടുക് പൊട്ടിക്കാം. ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ഇടാം, 3-4 അല്ലി മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കോവയ്ക്ക. കോവയ്ക്ക ശല സമയം ഒന്ന് വഴണ്ട് വരണം. ഇനി നമുക്ക് ആ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ ലേശം ഉപ്പ് കൂടെ ആദ്യം ഒന്ന് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ ഈ നെല്ലിക്ക ഇച്ചിരി വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതിലെ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് എന്തിനെന്ന് അറിയാമോ? നമുക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെല്ലിക്കയുടെ പുളി ആൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് വേകുകയും ചെയ്യും, ആ പുളി രസം ഇതിൽ കാണുകയും ചെയ്യും. ഇനി നമുക്ക് ഈ നെല്ലിക്ക കൂടെ ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി കായപ്പൊടി ലേശം മതി കേട്ടോ. ഇതൊന്നും നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഉണ്ട്. ഒരിച്ചിരി, ഒരു പേരിന്. ഇനി ലേശം വിനീഗർ വളരെ കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി ഒരു കുപ്പിയിലോട്ട് മാറ്റണം. നമ്മളെപ്പോഴും അച്ചാർ കുപ്പിയിലേ ഉപയോഗിക്കാറുള്ളൂ. നമ്മളെപ്പോഴും ആരോഗ്യം കൂടെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് നല്ലത് ഒരു കുപ്പിയിൽ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു കുപ്പിയിൽ സൂക്ഷിക്കുക. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇത് പുറത്തിരുന്നാലും ഒരാഴ്ചത്തേക്ക് എന്തായാലും ചീത്തയാവില്ല. ഒന്നുകിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അച്ചാറായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ശ്രമിച്ച് നോക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.